ഇന്ന് കറിവേപ്പിൻ്റെ തൈ എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഒരു കറിവേപ്പില നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് വളർന്നതാ നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ പന്തലിച്ച് വന്നിട്ടുണ്ട്. കഞ്ഞിവെള്ളം എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. നല്ല പുളിച്ച കഞ്ഞിവെള്ളം നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഈ ഒരു കറിവേപ്പിന്. അതിലേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ കട്ടിയിലാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കറിവേപ്പ് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കറിവേപ്പിന് ദിവസവും ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല തിക്കായിട്ടുള്ള കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അതിനുള്ള ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ചാണകം ചേർത്ത് കൊടുക്കാം. ചാണകമില്ലെങ്കിൽ ചാരം എന്ന് പറഞ്ഞാൽ വെണ്ണൂറ് എന്നൊക്കെ പറയും. വെണ്ണൂറ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലുപൊടി ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളുടെ വേസ്റ്റ് ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ മതിയാകും. വല്ലാതെ നീണ്ടു പോവാതെ തന്നെ നല്ല തിക്കായിട്ട് വളരണമെങ്കിൽ നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ ഈ കറിവേപ്പില എടുക്കുമല്ലോ നമുക്ക് കറിക്കൊക്കെ ഇടാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൂമ്പ് നോക്കിയിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ നിന്നൊക്കെ അതിൻ്റെ ഇല്ലി എടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇതുപോലെ നീണ്ടു പോകും. അപ്പോൾ നീണ്ടു പോവാതെ ഇങ്ങനെ തിക്കായിട്ട് കാട് പോലെ വളരണമെങ്കിൽ അതിൻ്റെ തൂമ്പിൽ ഒന്ന് നുള്ളിയെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ അടുക്കളയിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റും മുട്ടത്തോട് ഇതെല്ലാം നമ്മുടെ ഈ ഒരു കറിവേപ്പിന് നല്ല വളം തന്നെയാണ്. അത് കറിവേപ്പിനൊന്ന് തടം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഈ ഒരു കറിവേപ്പില സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ മണ്ണാക്കിയിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കരിയിലയും ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് തന്നെ വളരുണ്ടോ. അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ പറഞ്ഞല്ലോ, അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറിവേപ്പ് നന്നായി തന്നെ വളരും. അതുപോലെ പറഞ്ഞല്ലോ ചാരം വളം അല്ലാതെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് തന്നെ എല്ലാ ടിപ്സും ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും കറിവേപ്പില മുറ്റത്ത് തന്നെ നല്ലൊരു കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്